ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയ നഷ്ടത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ മിസ്റ്റർ പോഞ്ഞിക്കര പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. എനിക്ക് വിഷമം വരുമ്പോൾ ഞാൻ ചട്ടുകൊടുത്ത് പായസത്തിലിട്ട് 2 ഇളക്കം ഇളക്കും, എന്നിട്ടും വിഷമം തന്നിട്ടില്ലെങ്കിൽ 2 പപ്പടം എടുത്ത് കാച്ചും. അതേ ആറ്റിറ്റ്യൂഡ് ജീവിതത്തിൽ പുലർത്തണം എന്ന് പറയുന്നതായി ഞാൻ കേട്ടിട്ടുള്ള ഒരേ ഒരു വ്യക്തിയുള്ളൂ. ആ വ്യക്തിയുടെ പേര് കൃഷ്ണപ്രഭ എന്നാണ്. ഇപ്പോൾ ഉള്ള ആൾക്കാരുടെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ആൾക്കാർ എപ്പോഴും പറയുന്നത് കേൾക്കാം, ഭയങ്കര ഓവർ തിങ്കിങ് ആണ്, ഭയങ്കര ഡിപ്രഷൻ വരും എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പുതിയ പുതിയ വാക്കുകൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു ചിരി ഇരിക്കുന്നുണ്ട്. മാനസിക ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ഇത്രയും വർഷങ്ങൾ ഉടനീളം നടന്നു വന്നിട്ടുള്ള പലതരം പഠനങ്ങളുടെ ഭാഗമായിട്ട് ഓരോ കണ്ടീഷൻസ് ഐഡന്റിഫൈ ചെയ്യുകയും അത്തരം കണ്ടീഷൻസിലൂടെ കടന്നു പോകുന്ന ആളുകൾക്ക് എന്ത് തരം ട്രീറ്റ്മെന്റ് ആണ് ആവശ്യം, അങ്ങനെ കൃത്യമായി ഡിവൈഡ് ചെയ്തിട്ടാണ് ഇവിടെ ചികിത്സ പ്രൊവൈഡ് ചെയ്യുന്നത്. ആ പുതിയ മാറ്റങ്ങളെ നമ്മളൊരു സ്റ്റിഗ്മയോടുകൂടി അല്ല നോക്കി കാണേണ്ടത് എന്നൊക്കെ നമ്മുടെ സമൂഹം പഠിച്ചു വരുന്നതിന്റെ ലക്ഷണമാണത്. നമ്മൾ ഗ്രോ ചെയ്യുകയാണ് ആസ് എ സൊസൈറ്റി. അടുത്തത്, ഞങ്ങൾ ചുമ്മാ കളിയാക്കി പറയും, പണ്ടത്തെ വട്ട് തന്നെ ഇപ്പോൾ ഡിപ്രഷൻ എന്നൊക്കെ പേരിട്ട് പറയുമെന്ന്. ഒരാൾ കടന്നു പോകുന്ന മാനസികാവസ്ഥയെ ഡിസ്റെസ്പെക്ട് ചെയ്തിട്ട് ഇത്രയും കാലത്തെ ലേണിങ്ങും അൺലേണിങ്ങും ഒക്കെ കൊണ്ട് നമ്മൾ തിരുത്തി വന്നിട്ടുള്ള കാര്യങ്ങളെ അവര് പുല്ല് വില കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് ഇതിന്റെ ചികിത്സ മെത്തേഡിലേക്ക് കൃഷ്ണപ്രഭ കടക്കുന്നത്. അതൊക്കെ വരുന്നതിന്റെ കാരണം എന്താണെന്നറിയോ? ഈ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. എപ്പോഴും മനുഷ്യൻ ബിസി ആയിരുന്നാൽ കുറെ കാര്യങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാകും എന്നാണ് അവർ പറയുന്നത്. ജോലി ഉള്ളത് കൊണ്ട് ഉണ്ടാവുന്ന പ്രശ്നങ്ങളുണ്ട്. ആ വർക്ക് അറ്റ്മോസ്ഫിയർ ശരിയല്ലാത്തത് കൊണ്ട്, ആ ജോലിയുടെ രീതി ശരിയല്ലാത്തത് കൊണ്ട് മാനസികമായ പ്രശ്നങ്ങളിലേക്ക് എത്തപ്പെടുന്ന ആളുകളുണ്ട്. അമിത ജോലി ഭാരം കാരണം ഒരുപക്ഷെ ആത്മഹത്യയിലേക്ക് വരെയും ചെന്നെത്തുന്ന എത്രയോ ആളുകളുടെ വാർത്തകൾ നമ്മൾ കാണുന്നു. മനസ്സിന് സമാധാനം കിട്ടാൻ ശരീരത്തിന് ഇട്ട് പണിയെടുപ്പിച്ചാൽ മതി, ഫുള്ള് ബിസി ആയിട്ടിരുന്നാൽ മതി എന്ന് ചിന്തിക്കുന്ന ഒരു വിഡ്ഢിത്തമാണ് അവർ ഈ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രയോ സന്നദ്ധ പ്രവർത്തകർ, എത്രയോ ഡോക്ടേഴ്സ് ഇത്തരം ഘട്ടങ്ങളിലൂടെ കടന്നുപോയി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടുള്ള ഓരോ ആളുകളും ശ്രമിക്കുന്നത് ഒരു ജീവനെങ്കിലും ഒരു ജീവൻ രക്ഷിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിന്റെ പുറത്താണ്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് പറയാനുള്ളത്, നാളെ നമ്മൾ തളർന്നു പോയാലും നമുക്കൊപ്പമുള്ള ആളുകൾ തളർന്നു പോയാലും അവിടെ ഏറ്റവും ആവശ്യമായിട്ടുള്ളത് കരുതലോടെ ആളുകളെ കേൾക്കാൻ പറ്റുന്ന മനുഷ്യരുണ്ടാവുക എന്നുള്ളതാണ്. അങ്ങനെ മാനസികമായി നമ്മൾ തളർന്നു പോകുന്ന സമയത്ത് ഇത് നമ്മുടെ തെറ്റല്ലെന്നും നമുക്ക് ആവശ്യം ഒരു പ്രൊഫഷണൽ ഹെൽപ്പാണെന്നും നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കത്തക്ക രീതിയിൽ ഈ സമൂഹത്തിലെ ഓരോ വ്യക്തികളും മാറേണ്ടതുണ്ട്. ആ ഒരു അവയർനെസ് പരത്തിക്കൊണ്ടുള്ള ഈ ഒരു മൂവ്മെന്റ് ഇത് ശക്തമായി തുടരണം എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് അതിന്റെ ഒരു ഭാഗമാകണ്ട എന്നാണെങ്കിൽ നിങ്ങൾ ആവണ്ടെന്നേ, അതിനൊരു ത്രട്ടാവാതിരുന്നൂടെ? ആ അവയർനെസ് ക്രിയേറ്റ് ചെയ്യുന്ന ആളുകളെയും ആ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകളെയും അത് നിങ്ങളുടെ കുഴപ്പമാണ് എന്നങ്ങോട്ട് പറഞ്ഞു പഠിപ്പിക്കുന്ന ഇത്തരം വികലമായ ആശയങ്ങളും ചിന്തകളുമായിട്ട് പൊതു ഇടങ്ങളിൽ പ്രത്യക്ഷപ്പെടാതിരുന്നൂടെ? നമ്മുടെ മനസ്സിന് ഉറങ്ങാനും വിശ്രമിക്കാനും ഒക്കെയുള്ള അവകാശമുണ്ട്. പറയാനും കരയാനും ആശ്വാസം തേടാനും ഒക്കെ സമയവും ആവശ്യമാണ്. അത്തരം ചിന്തകൾക്ക് നേരെ, തിരിച്ചറിവുകൾക്ക് നേരെ വിവരമില്ലായ്മയുടെ ആക്രമണവുമായി വരുന്ന ആളുകളെ അർഹിക്കുന്ന അവജ്ഞയോടെ നമ്മൾ തള്ളിക്കളയേണ്ടതാണ്. ഇത് ബലഹീനതയല്ല.